അമ്മ എന്ന രണ്ട് വാക്ക്. മടുപ്പിക്കുന്ന യാത്രക്കൊടുവിൽ അയാൾ ചിക്കാഗോയിൽ നിന്നും ദുബായിലേക്ക് കമ്പനിയുടെ പുതിയ സിഇഒ ആയി വന്നിറങ്ങി. സ്വീകരിക്കാൻ വലിയ നിര. തിരക്കുകൾക്കൊടുവിൽ വളരെ വൈകി തിരിച്ച് ഫ്ളാറ്റിലെത്തുമ്പോൾ ക്ലോഡിയ അയാൾക്ക് നേരെ ഒരു പൊതി നീട്ടി. ഹണി, ദിസ് പാർസൽ ഫോർ യു ഫ്രം ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ലുക്ക് സോ ഫണ്ണി. ഓക്കെ, കീപ് ഓൺ മൈ ടേബിൾ, ഐ വിൽ ചെക്ക് ലേറ്റർ, ഐ എം സോ ടയർഡ്. അന്ന് രാത്രി അയാൾ ഒരു സ്വപ്നം കണ്ടു. സ്കൂളിൽ പോയി വരുന്ന വഴിക്ക് വീണ് പൊട്ടിയ കാൽമുട്ടുമായി കരഞ്ഞു വരുമ്പോൾ അമ്മ ഉടുത്തിരുന്ന സാരിത്തലപ്പ് വലിച്ചു കീറി അവന്റെ മുറിവ് കെട്ടുന്നതും അവൻ ഇഷ്ടപ്പെട്ട അവന്റെ പുള്ളിപ്പാത്രത്തിൽ നിന്നും ചോറ് വാരിക്കൊടുക്കുന്നതും പിന്നെ ഒരു കോരിച്ചൊരിയുന്ന മഴയത്ത് അമ്മ വീണ് കിടക്കുന്നതും ആരോ ഇരുട്ടിലൂടെ അലമുറയിട്ട് ഓടുന്നതായും. ഞെട്ടിയെഴുന്നേറ്റ് അയാൾ ഒരു വെളിപാട് പോലെ ആ പൊതിയഴിച്ചു. ഒരു കഷ്ണം തുണിയില്ലത് പൊതിഞ്ഞിരിക്കുന്നു. പിന്നെ അതിനകത്തൊരു എഴുത്തും. വിറയാർന്ന കൈകളോട് അത് അയാൾ നിവർത്തി. എന്റെ കുഞ്ഞുവാവേ, നീ സുഖമായിരിക്കണമെന്നാണ് അമ്മയുടെ പ്രാർത്ഥന. നിനക്ക് ആദ്യമായാണ് അമ്മ എഴുതുന്നത്. ഇവിടെ സഹായത്തിനുള്ളൊരു കുട്ടിയെ കൊണ്ടാണ് ഇത് എഴുതിക്കുന്നത്. നിന്റെ കുട്ടികളെയും നിന്റെ ഇംഗ്ലീഷുകാരി പെണ്ണിനെയും കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മയ്ക്ക്. അമ്മ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്നുവെന്നും അറിയില്ല. പിന്നെ നിനക്ക് തരാനായി ചെറുപ്പത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കൂവപ്പൊടി ഈ ചെറിയ കവറിലുണ്ട്. കുറച്ച് വെള്ളമൊഴിച്ച് ചൂടാക്കി തേങ്ങ ചെറുതായി അരിഞ്ഞ് അതിലിട്ട് തരാൻ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. പിന്നെ ശർക്കര ചേർക്കാൻ മറക്കരുത്. അമ്മക്ക് നിനക്കിത് ഉണ്ടാക്കി തരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും നീ എന്നിൽ നിന്നും അകന്നു പോയില്ലേ. സാരമില്ല. പിന്നെ അവിടെ വണ്ടികൾക്കെല്ലാം വലിയ സ്പീഡാണെന്ന് കേട്ടിട്ടുണ്ട്. വാവ റോഡി മുറിച്ച് കടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകളോടെ സ്വന്തം അമ്മ. ഒരു കാര്യം മറന്നു, എനിക്കിപ്പോ തീരെ വയ്യ. കഴിഞ്ഞ മാസം എന്നെ കാണാൻ മണി വന്നിരുന്നു. പണ്ട് വീട്ടിൽ സഹായത്തിന് നിന്നിരുന്ന കുട്ടിയാ. അവനിപ്പോൾ ദുബായിലെ ഒരു കമ്പനിയിലെ ജോലിക്കാരനാത്രേ. നിന്റെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ എന്നാണ് അവൻ പറഞ്ഞത്. അമ്മയ്ക്കിനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലെങ്കിലും അവർക്ക് അമ്മ എന്ന രണ്ട് വാക്കെങ്കിലും മോൻ പഠിപ്പിക്കണം. ഒരു തേങ്ങലോട് അയാളെല്ലാം ഉപേക്ഷിച്ചു. പിറ്റേന്ന് മഴ കോരിച്ചൊരിയുന്ന സന്ധ്യാസമയത്ത് ആ വൃദ്ധസദനത്തിന്റെ പടികൾ ഓടിക്കയറുമ്പോൾ കാറ്റത്ത് ആടിയുളിയുന്ന മനസ്സുപോലെ കത്തുന്ന നിലവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ഒരു ജഡം വെള്ള പുതപ്പിച്ചിരിക്കുന്നത് അയാൾ കണ്ടു. ആരോ ഒരു തുണിസഞ്ചി അയാളെ ഏൽപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അതിലൊരു പുള്ളിപ്പാത്രം അയാളെ നോക്കി തേങ്ങുന്നുണ്ടായിരുന്നു. കൂരിച്ചൊരിയുന്ന മഴയത്ത് മങ്ങിയ തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ ഓടിമറയുന്ന ഒരു ഭ്രാന്തനെ പിന്നീട് ആരോ കണ്ടുവത്രേ.